ഹായ് ഫ്രണ്ട്സ്, വീണ്ടും മൺട്രോത്തുരുത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ എത്തി. ഇതിങ്ങനെ വീണ്ടും പങ്കുവയ്ക്കാനുണ്ടായ സാഹചര്യം ഇതാണ്. കഴിഞ്ഞ തവണത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചു. നിങ്ങൾ പോയ സ്ഥലത്തിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ്, എത്ര ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത സ്ഥലം, നിങ്ങൾക്ക് ബോട്ടിങ്ങിനായിട്ടുള്ള എമൗണ്ട്, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിലൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വ്ളോഗിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതിനാലും ഞാൻ ഇത്തവണ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തതാണ്. ഇത് ശരിക്കും വോയിസ് ഓവർ ചെയ്യാനുണ്ടായ സാഹചര്യം ഇത് രണ്ടാമത് ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് കയറ്റുന്നതായതുകൊണ്ടാണ്. അന്ന് വ്ളോഗ് ചെയ്ത സമയത്ത് ഈ ഡീറ്റെയിൽസിൽ കുറച്ചൊക്കെ എനിക്ക് മിസ്സായി പോയായിരുന്നു, ഞാൻ അതിൽ പറയാൻ വേണ്ടി, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് മൺട്രോത്തുരുത്ത്. ഈ പ്രദേശത്തിൻ്റെ ആകെ വിസ്തീർണം 13.37 കിലോമീറ്ററാണ്. ഇവിടെ എത്തുന്നതിന് റോഡ് വഴിയും റെയിൽവേ വഴിയും ഒക്കെ ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാണ്. ജലഗതാഗതവും സൗകര്യം ലഭ്യമാണ്. പാലായിൽ നിന്ന് 108 കിലോമീറ്ററാണ് ഈ റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാനായത്. അതായത് 2 മണിക്കൂർ 45 മിനിറ്റ്. ബ്ലോക്ക് കഴിഞ്ഞിട്ട് 3 മണിക്കൂറോളം എടുത്തെന്ന് കരുതി. തിരുവനന്തപുരത്ത് നിന്ന് മൺട്രോ ഐലൻഡിലേക്ക് 78 കിലോമീറ്റർ, അതായത് 2 മണിക്കൂർ 20 മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുക. എങ്കിൽ അതേസമയം അവിടെ കുറച്ചധികം ബ്ലോക്ക് ഉള്ളതിനാൽ ഒരു 2.25-3 മണിക്കൂറോളം തന്നെ എത്തിച്ചേരാനെടുക്കും. മൺട്രോ ഐലൻഡിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ലക്ഷറി ആയിട്ടും ഒരുപാട് റിസോർട്ടുകൾ അവൈലബിൾ ആണ്. 1500 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകളും അവൈലബിൾ ആണ്. കൂടാതെ 7000 രൂപ മുതൽ 35,000 രൂപ വരെ പ്രതി ദിവസം ഈടാക്കുന്ന ലക്ഷൂറിയസ് റിസോർട്ടുകളും അവൈലബിൾ ആണ്. ഞങ്ങൾ ചൂസ് ചെയ്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കല്ലൂസ് ഐലൻഡ് എന്നൊരു റിസോർട്ടാണ്. അവിടെ ഞങ്ങൾ 3 പേരും സ്റ്റേ എടുത്തു. അവിടെ ഒരാൾക്ക് 1200 രൂപ വീതമാണ് ഈടാക്കിയത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ബോട്ടിങ്ങിനായിട്ട് വള്ളം അറേഞ്ച് ചെയ്തു തരും. 2600 രൂപയാണ് ഈ ബോട്ടിങ്ങിനും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫുഡിനും കൂടി അവർ ഈടാക്കിയത്. കായലിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് മത്സ്യങ്ങളാണ് അവർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കി തരിക. കരിമീൻ ഉൾപ്പെടെ വിവിധയിനം മത്സ്യങ്ങൾ ഫ്രൈ ചെയ്തും മുളകിട്ട് കറി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. മറ്റെന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും നമുക്ക് ആ സമയം തന്നെ അവിടെ ഉണ്ടാക്കി തരാൻ വേണ്ടി അവിടെ ഒരു കുക്കുണ്ട്, ഒരു ലേഡി. അവർ നല്ല ഹോംലി ഫീലിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ട്രീറ്റ് ചെയ്തു തന്നു. അതിരാവിലെ എണീറ്റു 6:30-ക്ക് ബാലൻചേട്ടൻ വെള്ളമായിട്ട് വന്നു. ഞങ്ങൾ 3 പേരും രാവിലെ 6:30 മുതൽ 9:30 വരെ വള്ളത്തിൽ അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. ചില മലയാള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ വള്ളം കടന്നു പോകാൻ തക്ക വിധത്തിൽ റൗണ്ടിൽ ഇടവുള്ള ഒരു സ്ഥലം. അതിൻ്റെ അകത്തൂടെ വള്ളത്തിൽ ഇങ്ങനെ കറങ്ങിപ്പോകാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം നമുക്ക് ചെയ്തു തന്നു. ഇതിനിടയിൽ വള്ളത്തിൽ ചരല് അഥവാ മണ്ണ് കോരിക്കൊണ്ട് പോകുന്ന ആളുകളെയും മത്സ്യം പിടിക്കുന്ന ആളുകളെയും ഒക്കെയും നമ്മൾ കണ്ടു. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ അവരോടൊന്ന് പറഞ്ഞാൽ അവരൊക്കെ നമുക്ക് നിന്ന് ഒട്ടും ജാടയില്ലാത്ത വളരെ സഹകരണ മനോഭാവമുള്ള ഒരു പറ്റം മനുഷ്യരെയാണ് ഞാൻ അവിടെ കണ്ടുമുട്ടിയത്. നമ്മുടെ നാട്ടിലാണ് ഇത്തിരി ജാടയുള്ള ആളുകളെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കണ്ടൽക്കാടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർണ്ണനകളും ഫിഷിങ്ങിനെക്കുറിച്ചും അവിടെ കാലാവസ്ഥകൾ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം അവർ ഒരു മടിയും കൂടാണ്ട് നമ്മളോട് വിശദമായിട്ട് പറഞ്ഞു തന്നു. കണ്ടൽക്കാടിൻ്റെ വേരിറങ്ങിയത് കാണിക്കാൻ അടുത്ത് കൊണ്ടുപോയി അവിടെ വള്ളം നിർത്തിയിട്ട് തന്നു. ഈ പറഞ്ഞ ലൊക്കേഷനിൽ വീഡിയോയും ഫോട്ടോസും എടുക്കാൻ അതിൻ്റെ അകത്തൂടെ തന്നെ എനിക്ക് തോന്നുന്നു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചേട്ടൻ വള്ളം തുഴഞ്ഞിട്ടുണ്ട്. കൊല്ലങ്കോടിൻ്റെയും കുട്ടനാടിൻ്റെയും ഭംഗി മാത്രമല്ല, ബാക്ക് വാട്ടേഴ്സിൻ്റെ ഗ്രാമീണ ഭംഗിയും വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും അത് പോയിന്ന് കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നല്ലൊരു അവധിക്കാലം എൻജോയ് ചെയ്യാൻ വേണ്ടതൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ എടുത്ത സ്റ്റേയുടെ ഡീറ്റെയിൽസ് ചോദിച്ചവർക്കായിട്ട് കല്ലൂസ് ഐലൻഡ് എന്ന റിസോർട്ടിൻ്റെ പേരും ഫോൺ നമ്പരും ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത കൃത്യം ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത വെക്കേഷൻ അടിപൊളിയായിരിക്കട്ടെ.